Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. മുനമ്പം വിഷയം പരിഹരിക്കാതെ സംസ്ഥാന സർക്കാർ വോട്ടാക്കി മാറ്റാൻ ശ്രമം നടത്തുന്നുവെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം.എൽ.എ. മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ജാഗ്രതാ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ മനസ്സ് വെച്ചാൽ അരമിനിറ്റ് കൊണ്ട് മുനമ്പം വിഷയത്തിന് പരിഹാരം കാണാമായിരുന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ ആത്മാർത്ഥ ശ്രമത്തോട് സംസ്ഥാന സർക്കാർ സഹകരിക്കാത്തത് മുനമ്പം വിഷയം വിറ്റ് വോട്ടാക്കാനാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കാൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു. LDFന്റെ തുടർഭരണമോഹം മനസ്സിൽ വെച്ചാൽ മതിയെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നമ്മള് അംഗം കുറിച്ചിരിക്കുന്നു, ധൈര്യമുണ്ടെങ്കിൽ വരട്ടെ. കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ നിലമ്പൂരിലെ കാര്യം എഴുതാം. ഇവിടെ വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി ജയിക്കണം. നമ്മൾ അംഗം കുറിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് മതേതരത്വം സംരക്ഷിക്കാനാണ്. ആരാണ് അതിന് നല്ലത് എന്ന് ഇനിയിപ്പോൾ വേറിട്ട് പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM ഇടതുപക്ഷം ഇവിടെ പ്രചരിപ്പിച്ചത്, പൊന്നാനിയിലൊക്കെ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളി, ഇല്ലെങ്കിൽ നിങ്ങൾ 2ാം ക്ലാസ് പൗരന്മാരാവും എന്നാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികം കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ചൂടാറുന്നതിന് മുമ്പ് മലപ്പുറത്ത് വന്ന് പറയുന്നത്, ആ പറഞ്ഞത് ഈ നിലമ്പൂരിൽ വെച്ചാണ്. അവിടെ ചെന്ന ഭൂരിപക്ഷ സമുദായത്തിന് ശ്വാസം വിടാൻ കഴിയില്ല എന്ന്. അപ്പൊ എന്തും പറയാനുള്ള വോട്ടിനു വേണ്ടി അല്ലെങ്കിൽ ഒരു വോട്ടിനു വേണ്ടി മനുഷ്യൻ കൊണ്ടു നടക്കുന്ന മൂല്യമുള്ള മതസൗഹാർദ്ദത്തെ തകർക്കാൻ ഒരു മടിയുമില്ലാത്ത ഇത്തരം നിലപാടുകൾക്ക് ആണിയടിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വിജയമുണ്ടായി. കോൺഗ്രസ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് പറയുന്നത്. ആ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തിന് ഉറപ്പ് നൽകുന്നത്. ആർക്കായിട്ട് അറിഞ്ഞുകൂടാത്തത്? ആ വിശേഷ ബുദ്ധി ഇന്ത്യയിലെ ജനങ്ങൾക്ക് മൊത്തം ഉണ്ടായിരുന്നു എങ്കിൽ, ആ അവബോധം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നുവെങ്കിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളം വോട്ട് ചെയ്യുന്ന പോലെ അവരൊക്കെ വോട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ തോതിൽ ഇവിടെയൊക്കെ പല കാരണങ്ങളാൽ അവർക്ക് ഭിന്നിപ്പിക്കൽ തന്ത്രം ഫലവത്താവും. ഇവിടെ നമുക്കറിയാം, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ബാക്കിയുള്ള എല്ലാവരും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി പോയ കാലഘട്ടമായിരുന്നു. അധികവും വലിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ ശിഹാബ് തങ്ങള് മലപ്പുറം ജില്ലയിലെ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റിൽ തിരുവങ്ങാടി വന്ന് മത്സരിച്ചോളി, യാതൊരു പ്രശ്നമില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ച മലപ്പുറം ജില്ലയിൽ ആർക്ക് വന്നും എവിടെ വന്നും തെരഞ്ഞെടുപ്പിന് നിൽക്കാം. അവിടെ ജാതിയും മതവും നോക്കുന്ന വോട്ടർമാരല്ല എന്നും നമ്മൾ തെളിയിച്ചതല്ലേ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കും. വെള്ളാപ്പള്ളിയുടെ വിദ്വേഷ പ്രസംഗത്തിന് മുഖ്യമന്ത്രി ആലപ്പുഴയിൽ നൽകിയ അംഗീകാരം വോട്ടിനു വേണ്ടി വർഗീയ രാഷ്ട്രീയത്തിന് പ്രോത്സാഹനം നൽകുന്നതാണ്. നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പിണറായി വിജയനും ജനങ്ങളും തമ്മിലാണെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ PV അൻവർ പറഞ്ഞു. CPMനെ പിണറായി വിജയൻ കുടുംബ പാർട്ടിയാക്കി മാറ്റിയിരിക്കുകയാണ്. BJPയെ പ്രീതിപ്പെടുത്താൻ ADGP അജിത് കുമാറിനെ DGPയാക്കാൻ ശുപാർശ നൽകി കാത്തിരിക്കുകയാണ് പിണറായി വിജയനെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ കൃത്യമായ ധാരണ RSSുമായും BJPയുമായും ഉണ്ടാക്കി വെച്ച് താഴേക്ക് വരികയാണ്. പാർട്ടിയുടെ സെക്രട്ടറിയും കൂടി അതിൽ പൂർണ്ണമായി ചേർന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയതാണ്. പാർട്ടിക്കുണ്ടാക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിറം BJPയുടെ വർണ്ണമാണ്. പത്രക്കാരായ വെറുതെ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു മാറ്റം? അത് നിങ്ങൾക്കറിയില്ലേ? ചുവപ്പ് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന കളറാണ്. ചോരച്ചാലുകൾ നീന്തിക്കേറിയ പാർട്ടിയുടെ സഖാക്കൾ കേട്ട് സഹിക്കുകയാണ്. അപ്പോ പിണറായിയോടൊപ്പം ഒട്ടിയെങ്കിലേ കാര്യമുള്ളൂ എന്ന് കണക്കാക്കുന്ന, ആ പിണറായിസത്തോടൊപ്പം നിൽക്കുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മാത്രമായി
CPM മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരാളും തെറ്റിദ്ധരിക്കാൻ പോകരുത്. അപ്പുറത്തെ പ്രകടനത്തിൽ കൊടിയുമായി പോകുന്ന സഖാവിന്റെ മനസ്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തോടൊപ്പമാണ്, ഇത് യാഥാർത്ഥ്യമാണെന്ന ബോധ്യത്തോടൊപ്പമാണ്. അവരെ കൂടി കൂട്ടുപിടിച്ച് അവരെ കൂടെ സഹായത്തോടു കൂടി ഇവിടെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേരളം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം, കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ജനങ്ങൾ ഒന്നാകെ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ കഴിയണം. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. അതിന് നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി ഒരുങ്ങണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. PV അൻവറിന്റെ പിന്തുണ കൂടി ലഭിച്ചതിനാലാണ് പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂരിൽ ഭൂരിപക്ഷം വർദ്ധിക്കാൻ കാരണമായതെന്ന് ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു. PV അൻവറിന്റെ UDF അനുകൂല നിലപാട് മുന്നണിക്ക് വലിയ നേട്ടമായിട്ടുണ്ടെന്ന് VS ജോയും പറഞ്ഞു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.